ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചില്ലി ചിക്കനുമായിട്ടാണ്. ഇന്ന് ഞാനും കണ്ണേട്ടനും ഓഫായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഓഫല്ല, ഞാൻ ലീവായിരുന്നു. ആ ലീവിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കണ്ണേട്ടന് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ കുക്ക് ചെയ്തതാണ് ഈ ചില്ലി ചിക്കൻ. ഞാനെൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റെസിപ്പി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ണേട്ടൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഇത്രയും ഈസിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം കണ്ണേട്ടൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടെ നിൽക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ വേറൊരാൾ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടെ നിൽക്കുന്നത് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ വേറൊരാളും എൻ്റെ കൂടെ കയറാനും പാടില്ല. എനിക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കണം കിച്ചണിൽ. എന്ന് വെച്ച് ഞാൻ കുക്കിംഗ് ഒന്നും അറിയാത്ത സൊസൈറ്റി ലേഡിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് നാടനായിട്ടുള്ള എല്ലാ ഡിഷസും ഉണ്ടാക്കാൻ അറിയാം. ഞാൻ വീട്ടിൽ മൂത്തതായത് കൊണ്ടുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിലെ തൊട്ടേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടുന്നില്ല. കാരണം രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പിന്നെ വീക്കെൻഡ്സിലാണ് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ടൈം കിട്ടുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ കലച്ചേച്ചിയുടെ ഫുഡ് സൂപ്പറായപ്പോഴേ എൻ്റെ ഫുഡിൻ്റെ ഡിമാൻഡ് അങ്ങ് കുറഞ്ഞു ഇവിടെ കേട്ടോ. അത് കാരണം എൻ്റെ കുക്കിംഗ് ഈടായിട്ട് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ കുക്ക് ചെയ്യുന്ന കണ്ണേട്ടനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ചൈനീസും അല്ലെങ്കിൽ നോൺ വെജിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊന്നും ഞാനും ചേച്ചിയും ചെയ്യാറില്ല. അപ്പം നമ്മൾ ബീഫൊക്കെ വാങ്ങുമ്പോഴാണെങ്കിൽ ബീഫിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടനാണ് വെക്കുന്നത്. പൊതുവേ ഇപ്പോൾ ഇവിടെ ബീഫ് വെക്കുന്നത് തന്നെ കണ്ണേട്ടനാണ്. ഒരു തവണ കണ്ണേട്ടൻ ബീഫ് വെച്ചപ്പോൾ ഉണ്ടല്ലോ, അതങ്ങ് ക്ലിക്കായിപ്പോയി. അപ്പോൾ തൊട്ട് പിന്നെ ബീഫ് ഞങ്ങൾ പതുക്കെ അങ്ങ് കണ്ണേട്ടന് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ വേറെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെറൈറ്റി ഡിഷസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ണേട്ടനുണ്ടാക്കും. അതൊക്കെ നല്ല സൂപ്പറാട്ടോ കഴിക്കാൻ. എന്തായാലും നമ്മുടെ ചില്ലി ചിക്കൻ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ക്യാപ്സിക്കൊക്കെ പല കളറിലിട്ടിട്ടേ കാണാൻ നല്ല ഭംഗിയാണേ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വയറും വാടകയ്ക്ക് എടുത്ത് കാത്തിരിക്കും കേട്ടോ ഇതാവുന്നത് നോക്കിയേ. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, നമ്മൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്യത്തില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതല്ലാതെ വേറൊന്നും ഞാൻ ഓർഡർ ചെയ്യത്തുമില്ല. ഞാൻ കംഫർട്ടബിൾ അല്ല അതിൽ. അത് ഞാൻ കണ്ണേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മാറി തുടങ്ങിയത് കേട്ടോ. കണ്ണേട്ടൻ എല്ലാ ടേസ്റ്റും അറിയിക്കും, എല്ലാ ഫുഡുകളും ട്രൈ ചെയ്യിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പണ്ട് എത്ര പുറത്ത് പോകും, നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞു ഹോട്ടലിൽ പോയി ഒന്നെങ്കിൽ അതും മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും ഒരു ബിരിയാണിയോ ഒരു പൊറോട്ട ബീഫോ ഒക്കെ കഴിക്കുന്നത്. അല്ല, നമ്മൾ എപ്പോഴും അങ്ങനെ പോയി പൈസ സ്പെൻഡ് ചെയ്യാറുമില്ല, അങ്ങനെ പോകാറുമില്ല. പക്ഷേ ആ വല്ലപ്പോഴും കിട്ടുന്ന പൊറോട്ടയ്ക്കും ബീഫിനും ബിരിയാണിക്കും ഒക്കെ എന്തായിരുന്നു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കേട്ടോ. കണ്ടില്ലേ, കാണാൻ തന്നെ എന്താ ഭംഗി. ഇപ്പം ചപ്പാത്തിയും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇനി ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.